ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. ഇന്നലെ ഞങ്ങൾ അതിരുമല ബേസ് ക്യാമ്പിൽ എത്തിയപ്പോഴേക്കും നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിന്നറൊക്കെ കഴിച്ച് അവിടെ കിടക്കാനുള്ളൊരു സെറ്റപ്പ് നോക്കുകയായിരുന്നു. രാത്രി ഡിന്നർ കഞ്ഞിയും പയറൊക്കെ ആയിരുന്നു. ഇത്രയും ടേസ്റ്റുള്ള കഞ്ഞിയും പയറും ജീവിതത്തിൽ കുടിച്ചിട്ടുണ്ടാവില്ല. അത്രയും ടയർഡായതുകൊണ്ട് ആ കഞ്ഞിയുടെയൊക്കെ ടേസ്റ്റ് ഒന്ന് പറയേണ്ടത് തന്നെയാണ്. നല്ല തണുപ്പാണ് രാത്രി. ഇതാ ദൂരെ കാണുന്ന ഷേപ്സ് കണ്ടോ, അതാണ് അഗസ്ത്യാർകൂടം പീക്ക്. അങ്ങോട്ടാണ് നമ്മൾ ഇന്ന് ട്രെക്ക് ചെയ്ത് പോകാനായിട്ട് പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ ക്യാംഷൻ്റെ ബാക്ക് സൈഡിൽ ഒരു അരുവിയുണ്ട്. ആ അരുവിയുടെ അടുത്താണ് നിൽക്കുന്നത്. ക്യാംഷൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. എനിവേയ്സ് അതിൽ അങ്ങനെ വലുതായിട്ടൊന്നും കാണാനില്ല. ഒരു 3 വലിയ ഷെഡുകളാണ് വരുന്നത്. അതിനകത്ത് 2 വരുന്ന ആൾക്കാർക്കും 1 അവിടുത്തെ സ്റ്റാഫിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. രാവിലെ ട്രെക്കിന് മുന്നേ കുറച്ച് സമയം കിട്ടിയപ്പോൾ നമ്മൾ ഈ അരുവിയൊക്കെ ഒന്ന് കണ്ട് ഈ ഒരു പരിസരമൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് വിചാരിച്ച് വന്നതേ ഉള്ളൂ. ഈ അരുവിൽ വൈകിട്ട് നമുക്ക് കുളിക്കാനൊക്കെ പറ്റും. അത് പോയിട്ട് വന്നിട്ട് ട്രൈ ചെയ്യാം. രാത്രി മാത്രമല്ല, പകലും അത്യാവശ്യം നല്ല തണുത്ത ക്ലൈമറ്റാണ് ഇവിടെ. മൂടൽമഞ്ഞ് ഇറങ്ങാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ മൂടൽമഞ്ഞ് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പീക്കിലെത്തുന്ന സമയത്തൊന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല താഴേക്ക്. ഇപ്പോൾ ഈ താഴെ നമ്മൾ ചുറ്റും കാണുന്ന ഈ മലകളുടെയൊക്കെ ഒരു ഏരിയൽ വ്യൂ ആണ് അഗസ്ത്യാർകൂടം പീക്കിൽ നിൽക്കുമ്പോൾ നമുക്ക് നോർമലി കിട്ടേണ്ടത്. മൊത്തത്തിലും തെളിഞ്ഞു വരുന്നുണ്ട്, പോസിറ്റീവ് സൈനാണ്. ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ടോപ്പിൽ നിന്നുള്ള വ്യൂ ഒരു രക്ഷയുണ്ടാവില്ല. ഇതാണ് നമ്മൾ താമസിച്ച ബേസ് ക്യാമ്പ്. രാവിലെ ഫുഡ് അടിച്ചിട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ ട്രെക്കിങ്. ഇവിടെ എല്ലാം ഇടയ്ക്കിടയ്ക്കായിട്ട് ചെറിയ ചെറിയ അമ്പലങ്ങൾ കാണാൻ സാധിക്കും. അതിരുമല ബേസ് ക്യാമ്പിന് വേണമെങ്കിൽ ഒരു അടയാളമായിട്ട് നമുക്ക് ഈ ഒരു അമ്പലം നോക്കി വയ്ക്കാം. നമ്മളിപ്പോൾ കണ്ട അമ്പലത്തിന് അവിടെ നിന്ന് മുകളിലേക്കുള്ള റൂട്ടാണ് അഗസ്ത്യാർകൂടം പീക്കിലേക്കുള്ളത്. അവിടെ നിന്ന് റൈറ്റിലേക്ക് ഒരു സൈൻ ബോർഡ് ഉണ്ട്. അങ്ങോട്ടാണ് അതിരുമല ബേസ് ക്യാമ്പിലേക്ക് പോകുന്നത്. നല്ല സ്റ്റീപ്പല്ലേ, അത് കുത്തനെ. മരങ്ങളിലും അതുപോലെ പാറകളിലൊക്കെ ഒരു ഗ്രീൻ ഷെയ്ഡ് കണ്ടായിരുന്നു. അത് ഈ ആൽഗെ പിടിച്ചിട്ടുള്ളത്. അത് ഈ റൂട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്കിത് കാണാനായിട്ട് പറ്റും. അത് ആ കാടിൻ്റെ ഭംഗി കുറച്ചുകൂടെ കൂട്ടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അഗസ്ത്യാർകൂടം പോകാൻ പറ്റുന്ന ഒരേ ഒരു റൂട്ട് കേരളം വഴിയാണെങ്കിലും അഗസ്ത്യാർകൂടം പീക്ക് ഇരിക്കുന്നത്, അതായത് അഗസ്ത്യൻ്റെ അമ്പലം ഇരിക്കുന്നത് ഏകദേശം തമിഴ്നാട് കേരള ബോർഡറിലാണ്. അതായത് അത് തമിഴ്നാട്ടിലും കൂടെ അവകാശപ്പെട്ട സ്ഥലമാണെന്ന് പറയുന്നുണ്ട്. ചെറുതും വലുതുമായിട്ട് എത്ര കാട്ടരുവികളാണ് ഈ ഒരു 2 ദിവസത്തിനകത്ത് കണ്ടതെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. ചെറിയ ചെറിയ കയറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതുവരെയുള്ള ട്രെക്ക് വളരെ പ്ലസൻ്റ് ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നടന്ന് ആദ്യം എത്തേണ്ട സ്ഥലത്തിൻ്റെ പേര് പൊങ്കാലപ്പാറ എന്നാണ്. അഗസ്ത്യരുടെ അമ്പലത്തിലെ പൂജ സമയത്ത് പൊങ്കാലയിട്ടിരുന്ന ഒരു സ്ഥലമാണ് ഈ പൊങ്കാലപ്പാറ എന്ന് പറയുന്നത്. ഈ ട്രെക്കിലെ ഏറ്റവും ഹാർഡായിട്ടുള്ള പാത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ്. ഉത്സവ സമയത്തല്ലാണ്ട് അഗസ്ത്യരുടെ അമ്പലത്തിൽ ഈ വിളക്കും ഇതൊക്കെ കത്തിക്കാനൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഈ പിൽഗ്രിംസ് ഉണ്ട്, അവരിതൊക്കെ കൊണ്ടുവരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ പാറകളിൽ വരച്ചിട്ടുള്ള ആരോ മാർക്സ് വഴി തെറ്റാണ്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. സപ്തഋഷികളിൽ ഒരാളായിട്ടാണ് അഗസ്ത്യമുനിയെ കണക്കാക്കപ്പെടുന്നത്. അഗസ്ത്യമുനി ഫാദർ ഓഫ് സിദ്ധ മെഡിസിൻ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതാണ് അഗസ്ത്യാർകൂടത്തിന് ഈ മെഡിസിനൽ ഒരു വാല്യൂ വരാനുള്ള റീസൺ. ഏത് അസുഖത്തിനുമുള്ള ക്യൂറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെഡിസിനൽ പ്ലാന്റ്സ് അഗസ്ത്യമലയിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇന്നിതൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. തമിഴ് ഭാഷയുടെ ഉറവിടം അഗസ്ത്യമുനിയാണെന്നാണ് തമിഴ്നാട്ടുകാർ വിശ്വസിക്കുന്നത്. അടിപൊളി. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് പിൽഗ്രിംസ് അഗസ്ത്യമുനിയെ കാണാനായിട്ട് വരുന്നുണ്ട്. മല ഇനി ഒരുപാടുണ്ട്.
ഇതുവഴി ആന പാസ് ചെയ്ത് പോയിട്ട് അധിക സമയം ആയിട്ടില്ല. അതിൻ്റെ തെളിവ് നമുക്കിവിടെയൊക്കെ കാണാം. നല്ല സൈസുള്ള ആന കേട്ടോ, കാലുണ്ടോ. മുമ്പോട്ട് പോകും തോറും കയറ്റം ടഫായി വരുന്നുണ്ട്. ഇന്നലെ 16 കിലോമീറ്റർ ട്രെക്ക് ചെയ്തതിൻ്റെ ഇരട്ടി എഫേർട്ട് ഇട്ടാൽ ഈ 6 കിലോമീറ്റർ കയറാൻ പറ്റത്തുള്ളൂ. ആന മാത്രമല്ല, കാട്ടുപോത്തും ഉണ്ട്. ഈ ഒരു ഏരിയ വെച്ച് കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ ഒരു വാച്ചർ മരിച്ചു. ഇത്രയും എഫേർട്ടിട്ട് കയറി വന്നാലും നമ്മൾ ഈ ചുറ്റും കാണുന്ന കാഴ്ചകൾ അതിന് മാത്രം വേർത്താണ്. 360 ഡിഗ്രി പലതരത്തിലുള്ള മൗണ്ടൻസ് ആണ് നമ്മൾ കാണുന്നത്. വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ പ്യുവർ ബ്യൂട്ടി. നമ്മളിപ്പോൾ ഏകദേശം പൊങ്കാലപ്പാറ എത്തിയിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലാണ് ആൾക്കാർ ഇപ്പോൾ പൊങ്കാല ഇടുന്നത്. കാരണം വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി ഇവിടെയാണുള്ളത്. സാധാരണ ഇതിന് മുകളിലൊരു പാറയുണ്ട്, അവിടെയാണ് പൊങ്കാലപ്പാറ എന്നുള്ളൊരു പ്രോപ്പർ സ്പോട്ട് വരുന്നത്. ഇവിടെ കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ടാണ് ഇനി മുന്നോട്ട് പോകുന്നത്. ആസ് എക്സ്പെക്റ്റഡ് മൂടൽമഞ്ഞ് വന്ന് കയറി തുടങ്ങിയിട്ടുണ്ട്. മുകളിലെത്തുമ്പോഴേക്കും ഫുൾ കവറാവും എന്ന് തോന്നുന്നു. ഈ വരുന്ന പുള്ളിയാണ് അഡ്വക്കേറ്റ് സജിൻ കുലറ. ലുലു മോളിലൊരു മെയിൻ ഓഫീസറാണ്. പലരും പല പേസിലാണ് കയറി വരുന്നത്. പക്ഷേ നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം മേളിൽ കയറിയിട്ട് തിരിച്ചിറങ്ങുന്ന ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. ഈ പൊങ്കാലപ്പാറ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ റെസ്റ്റ് എടുക്കാനായിട്ട് ഇരിക്കുന്നത്, വെള്ളവും ഉള്ളതുകൊണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. ഒരുപാട് ടൈം നമ്മൾ കയറാനായിട്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ തിരിച്ചിറങ്ങുമ്പോഴേക്കും ചിലപ്പോൾ ഇരുട്ടോ മഞ്ഞോ ഒക്കെ മൂടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആണെങ്കിൽ തിരിച്ചിറങ്ങാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരും. ആട്ടുകല്ല് പോലൊരു ഷേപ്പ് പാറയിൽ കുത്തിവെച്ചേക്കുന്നുണ്ടായിരുന്നു. ഈ പച്ചമരുന്നെല്ലാം കൂടി ഇടിച്ചു കൂട്ടിയെടുക്കാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നതാണ് പറയപ്പെടുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് പൊങ്കാലപ്പാറ എന്ന് പറയുന്ന ഒരു ഏരിയ. മുമ്പ് ഉത്സവ സമയത്ത് പൊങ്കാല ഇട്ടിരുന്നത് ഈ ഏരിയയിലാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് റോക്ക് ക്ലൈമ്പിംഗ് ലെവലിലേക്ക് ട്രെക്ക് മാറുകയാണ്. കയറ്റം വന്ന് കയറുന്ന സ്ഥലത്തെ നല്ല സ്ലിപ്പറിയാണ്. മഴ സമയത്ത് ഇവിടെ ട്രെക്കിംഗ് പെർമിറ്റ് ചെയ്യാത്തതിൻ്റെ ഒരു റീസൺ ഈ പാറ വരെ കവർ ചെയ്യുന്ന രീതിയിൽ വെള്ളം ഒഴുകും എന്നുള്ളത് കൊണ്ടാണ്. അത് വളരെ അപകടമാണെന്ന് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി അങ്ങോട്ട് പോകുന്ന സ്ഥലത്ത് പല സ്ഥലത്തും കയറ് കെട്ടിയിട്ടിട്ടുണ്ട് പിടിച്ച് കയറാനായിട്ട്. അതിൽ ആദ്യത്തെ സ്ഥലമാണ് ഈ മുമ്പ് കാണുന്നത്. ഈ കാണുന്നത് മൊത്തം കയറി പോകാനുള്ള വഴികളാണ്. അതെങ്ങനെയൊക്കെ മാറ്റി പിടിച്ചാലും പുള്ളി കറങ്ങി അവിടെ നിൽക്കുന്നു.
എൻ്റെ കഴിഞ്ഞ പ്രാവശ്യമേ മൊത്തം മഞ്ഞായിരുന്നു. എങ്ങനെയാ കയറുമെന്ന് നമ്മൾ അറിഞ്ഞു വരും. കാല് വെക്കുമ്പോഴേ സ്ലിപ്പാവുന്നില്ല എന്ന് ഉറപ്പാക്കിയിട്ട് ബലം കൊടുത്താൽ മതി. ഇനി നടുക്കൂടെ കയറിക്കോട്ടെ. ഓ പതുക്കെ പതുക്കെ. ചുമ്മാ വെറുതെ വിളിച്ചു. ഇതൊക്കെ നമ്മൾ ഇറങ്ങണല്ലോ അല്ലേ? ഫോട്ടോ ഫോട്ടോ എടുക്കല്ലോ. ആ സ്പീഡ് വേണ്ട കേട്ടോ. ഇറങ്ങുമ്പോൾ കോടയാണെങ്കിൽ സുഖമായിരുന്നു. സ്പീഡ് കാണില്ല, ഒന്നും കാണത്തില്ല, കാണില്ല, വഴിയും കാണില്ല. എന്നാ ഇവിടെ ഞാനും ഭാവിച്ചു. ഒരാൾ കയറട്ടെ, ഒരാൾ പോയിട്ട് പോയാൽ അടുത്ത ആള്. രണ്ടുപേരില്ലേ? പക്ഷെ ഇതാവണ്ട. എടുത്ത വെള്ളം മുഴുവൻ പതിയെ പതിയെ. ഒരു പക്ഷേ ഏതെങ്കിലും മാരക രോഗത്തിനുള്ള ഒറ്റമൂലികളായിരിക്കും നമുക്ക് ചുറ്റുമായി കാണുന്നത്. പക്ഷെ എന്താണെന്ന് പോലും നമുക്ക് തിരിച്ചറിയാനായിട്ടുള്ള കഴിവില്ല. എന്തൊക്കെ ടൈപ്പ് ടെറൈനിലൂടെയാണ് നമ്മൾ ക്രോസ് ചെയ്ത് ഇത്രയും ദൂരം വന്നതെന്ന് ഇപ്പോഴും ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ട്. ലോകത്ത് തന്നെ വേറെ ഒരിടത്തും കാണാൻ കിട്ടാത്ത പല തരത്തിലുള്ള സ്പീഷീസാണ് ഇവിടെ ഉള്ളത്. ചെറിയ ഇൻസെക്ട്സ്, പക്ഷികൾ ഒക്കെ ലോകത്ത് വേറെ ഒരിടത്തും കിട്ടാത്ത വെറൈറ്റിയാണ് ഇവിടെ ഈ അഗസ്ത്യമലയിലുള്ളത്. ഇങ്ങനൊരു ഹാബിറ്റാറ്റ് ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
യെസ്, അറ്റ് ലാസ്റ്റ് അഗസ്ത്യമല ടോപ്പിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. ആ ഒരു ഫുൾ ട്രെക്കിൻ്റെ ക്ഷീണം നമുക്ക് ഇവിടെ നിന്ന് വേണം തീർക്കാനായിട്ട്. വിചാരിച്ച ടൈമിൽ തന്നെ നമുക്ക് എത്താനും സാധിച്ചിട്ടുണ്ട്. ഇനി മേളിൽ പോയിട്ട് അഗസ്ത്യൻ്റെ അമ്പലവും കണ്ട് അവിടെ ഒരു ചെറിയ ഊറ്റുണ്ടെന്ന് പറയപ്പെടുന്നു. അവിടെ നിന്ന് കുറച്ച് വെള്ളവും എടുക്കണം. കൊണ്ടുവന്ന വെള്ളമെല്ലാം ഫിനിഷ്ഡ്. ഇതാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അഗസ്ത്യമലയിലെ അഗസ്ത്യമുനിയുടെ പ്രതിഷ്ഠ. ഈ ഒരു പ്രതിഷ്ഠയിൽ കാണുന്ന അഗസ്ത്യമുനിയുടെ ഷേപ്പ് ദൂരെ നോക്കുമ്പോൾ അഗസ്ത്യമലയിൽ കാണാൻ സാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ഭക്തിയോട് വരുന്നവർക്ക് അഗസ്ത്യമുനി എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ഡേറ്റിയാണ്. ഇത് ഈ അഗസ്ത്യമലയുടെ മുകളിൽ വെള്ളം കിട്ടുന്ന ഒരേ ഒരു സ്പോട്ടിലാണത്. അവിടെ നമ്മുടെ കൂടെ വന്ന വാച്ചർ മാമൻ ഇരുന്നിട്ട് വെള്ളം എടുക്കുന്നത്. വന്ന ഏകദേശം എല്ലാവരുടെ വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ചെറിയ ഊറ്റിൽ നിന്ന് എല്ലാവരും വെള്ളം എടുക്കുകയാണ്. പക്ഷേ മഞ്ഞ് ഇല്ലായിരുന്നെങ്കിൽ വ്യൂ അടിപൊളിയായിരുന്നു. അതെ, ചുറ്റും മഞ്ഞ് കയറിയതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് കാഴ്ചകളൊന്നും അധികം കാണാനില്ല. ഇവിടെ റെസ്റ്റ് എടുക്കുക എന്നതാണ് അടുത്ത പരിപാടി. കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ തിരിച്ചിറങ്ങുകയാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ആ ട്രെക്ക് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഒരു ഹാപ്പിനെസ്സിലാണ്. അങ്ങ് അവരുടെ ഊറ്റുണ്ട്, അതിൽ നിന്ന് എടുക്കണം. കെട്ടിക്കിടക്കുന്ന വെള്ളമാണ്, കുഴപ്പമില്ല. ಎಲ್ಲ ಒಂದಾ ಲಾಸ್ಟಾ ನೀನಾ? ಓ ಸೂಪರ್. അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മുടെ ഗ്രൂപ്പിൽ അവസാനത്തെ ആളും അഗസ്ത്യമല ട്രെക്ക് കംപ്ലീറ്റ് ചെയ്തു. ട്രെക്കിങ്ങിന് പോയിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവുന്നൊരു കാര്യമാണ്, കയറുന്നതിനെക്കാട്ടിലും ബുദ്ധിമുട്ടും അപകടമാണ് ഇറങ്ങുന്നത്. ഒരു വടി വേണം, കാരണം കയറ്റത്തിൽ നമ്മൾ ഇല്ലെങ്കിൽ ഇറക്കത്തിലായാലും ശരിയാണ്. അവിടെ കാണുമല്ലോ. നേരത്തെ ഒരു കോമഡി ഉണ്ടായി, മറ്റേ നിയാസ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ഫുൾ ടൈം ആംഗിളൊക്കെ പിടിച്ച് കറക്റ്റ് ആക്കി വെച്ചിട്ട് അവസാനം പറയാണ് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. റെക്കോർഡ് ബട്ടൺ കുഴപ്പമില്ല, കാണുന്നുണ്ട്, പോട്ടെ. അവർ വലിക്കുന്ന സമയത്തെ ഇറങ്ങി മഴയില്ലാതെ കുറേ വർഷമായിട്ടിരിക്കുന്നു തോന്നുന്നു. സീസൺ സമയത്തൊക്കെ അല്ലല്ല, അതറിയാമല്ലോ എന്താ വഴിയാണ് വരുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പോത്ത് വരും, അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് കടുവ. ശരി, അവിടെ കണ്ടോ, വെള്ളം കണ്ടോ? അവിടെ
അതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ വന്നത്. കണ്ടില്ലേ, കറക്റ്റ് അതിൻ്റെ ബാക്കിൽ, കുറച്ചും കൂടി ബാക്കിലാണ്, പക്ഷെ നമുക്ക് അതുകൊണ്ട് വ്യൂ കിട്ടുന്നില്ല. നീ പോകേണ്ട സ്ഥലം കൂടെ ഇവിടെ കാണുന്നത് തമിഴ്നാടിൻ്റെ ഭാഗങ്ങളാണ്. ഈ ഭാഗം അവിടെ ആ ഏരിയയിൽ ഇപ്പോൾ ആ പാറകൾ ഇങ്ങനെ അടുപ്പിച്ച് കാണുന്ന മേഖലയിലാണ് ടൈഗറിൻ്റെ സാന്നിധ്യം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഈ സ്ഥലമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിടന്നതാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇറങ്ങുന്ന സമയത്ത് നമ്മൾ സമയത്തിന് ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ മഞ്ഞിലും ഇരുട്ടിലും നമ്മൾ പെട്ടുപോകും. വരുന്ന വഴിക്ക് ഒരു ചെടിയിലിരുന്ന ഈ മഹാത്മാവാണ് മോർമോൺ ബട്ടർഫ്ലൈയുടെ കാറ്റർപില്ലർ. ഇവന് ഈ നാക്ക് നീട്ടി വെച്ചേക്കുന്നതുണ്ടോ? അതായത് ഈ കിളികളെയും മറ്റും ഞാൻ പാമ്പാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണിത്. ഇതിൻ്റെ കൂടെ അവനൊരു ചെറിയ ഇങ്ങനെ സ്മെല്ല് കൂടെ പുറത്തു വിടും. അത് മനുഷ്യർക്കൊരു പൈനാപ്പിളിൻ്റെയൊക്കെ സ്മെല്ലാണെങ്കിലും കിളികൾക്കും മറ്റ് പ്രെഡേറ്റേഴ്സിനും ഭയങ്കര അരോചകമായിട്ടുള്ളൊരു സ്മെല്ലാണ്. അങ്ങനെ ട്രെക്കെല്ലാം കഴിഞ്ഞ് ഇരുട്ട് വീഴാറായപ്പോഴേക്കും നമ്മൾ വീണ്ടും തിരിച്ച് ബേസ് ക്യാമ്പിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ അമ്പലമാണ്. ഇവിടെ നിന്ന് ലെഫ്റ്റാണ് ബേസ് ക്യാമ്പ് വരുന്നത്. ഇന്ന് 3ാമത്തെ ദിവസമാണ്, തിരിച്ചിറങ്ങുന്ന ദിവസമാണ്. അപ്പോൾ അതിന് മുന്നേ ജസ്റ്റ് ആ ബാക്ക് സൈഡിൽ പോയി അഗസ്ത്യമലയുടെ ആ ഒരു ലുക്ക് ഒന്നുകൂടി കാണാം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പോവുകയാണ് ഇപ്പോൾ അങ്ങോട്ട്. ഈ പോകുന്ന വഴി ഇന്നലെ പോയ സെയിം സ്പോട്ടാണ്, അതായത് അരുവി വരുന്ന സെയിം സ്പോട്ടിലേക്കാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കൂട്ടത്തിൽ വരുന്നവർ, ബേസ് ക്യാമ്പിൽ വരുന്നവർ എൻ്റെ തൊട്ട് പുറകിൽ ഇവിടെ ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും. രാഹുൽ പാറ ചോദിച്ചിട്ട് ഇവിടെ ഒന്ന് കാണുക കേട്ടോ. പുള്ളി എന്തുകൊണ്ടാണ് ഇവിടെ കിടക്കുന്നതെന്നൊക്കെ നമുക്കറിയാലോ. ഡോട്ട് ഗ്രീനിലെ ബിവിൻ ബ്രോ രാഹുൽ പാറയെ പറ്റി വ്ളോഗിന് വേണ്ടി സംസാരിക്കുന്നതിൻ്റെ BTS വീഡിയോ ആണ്. രാഹുൽ ബ്രോ നിൽക്കുന്ന ഈ ഒരു പാറ രാഹുൽ പാറ എന്നുള്ള പേരിലാണ് ഫേമസ് ആവുന്നത്. പുള്ളി 40ന് മുകളിൽ തവണ അഗസ്ത്യാർകൂടം വന്നിട്ടുള്ള ആളായതുകൊണ്ടും ഇവിടെ പലതവണ വരുന്ന സമയത്തും പുള്ളി അരുവിയിൽ കുളിച്ചിട്ട് ഈ ഒരു പാറപ്പുറത്ത് കിടക്കാറുണ്ട് എന്നുള്ളതാണ് കാരണം. അങ്ങനെ മനസ്സ് നിറച്ച് കാടും കണ്ട് അഗസ്ത്യാർകൂടം ട്രെക്ക് കംപ്ലീറ്റ് ചെയ്ത് ഇന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇന്നലെ കയറി വന്ന ഏകദേശം 16 കിലോമീറ്റർ തിരിച്ചിന്ന് ഇറങ്ങണം. പക്ഷേ കയറിയതിൻ്റെ അത്ര ബുദ്ധിമുട്ട് ഇറങ്ങാനില്ല. 1-2 ചെറിയ മുറിവുകൾ പറ്റിയ ഇൻസിഡൻസ് ഒഴിച്ചാൽ വേറെ വലിയ അപകടങ്ങളൊന്നും ഞങ്ങളുടെ കൂടെ വന്ന ആർക്കും തന്നെ ഉണ്ടായില്ല എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഏതായാലും ട്രെക്കിങ്ങിന് വരുന്ന എല്ലാവരോടും എനിക്ക് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, സേഫ്റ്റി ഫസ്റ്റ്. ഈ കാണുന്ന ഒരു തെളിഞ്ഞ ക്ലൈമറ്റ് ഇന്നലെ ഞങ്ങൾ അഗസ്ത്യമലയിൽ കയറിയപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ കാണുന്ന കാഴ്ച എന്നൊന്ന് വേറെയായിരുന്നു. ഏതായാലും പറഞ്ഞിട്ട് കാര്യമില്ല. പൊതുവെ പഠിക്കൊക്കെ
എന്താണ് ഉദ്ദേശം? അതാ എന്തിനെത്തിയിട്ടാണ് നല്ല തണുപ്പ്. ട്രക്ക് തീരാറായപ്പോൾ കിട്ടിയ മറ്റൊരു നല്ലൊരു കാഴ്ചയായിരുന്നത്. ഇതാണ് ബ്ലാക്ക് വുഡ് സ്പൈഡർ. അതായത് നമ്മൾ കാടുകളിൽ കാണുന്ന ഒരുതരം വലിയ സ്പൈഡറാണ്. ഇതിൻ്റെ ഫീമെയിലാണ് ആ കാണുന്ന ബ്ലാക്ക് കളറിലുള്ള ചിലന്തി. അതിൻ്റെ മുതുകിലായിട്ട് ചെറുതായിട്ട് അനങ്ങുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. അതാണ് അതിൻ്റെ മെയിൽ. ഈ മെയിൽ മേറ്റിങ്ങിന് ശേഷം ഈ ഫീമെയിൽ കഴിക്കുകയാണ് ചെയ്യുന്നത്. പൊതുവേ കാടുകളിൽ കൂടുതൽ കോമൺ ആയിട്ട് കാണുന്ന ജയൻറ്റ് വുഡ് സ്പൈഡർ എന്ന് പറയുന്ന ഒരു ഗോൾഡൻ യെല്ലോ ബ്ലാക്ക് സ്പോട്ടൊക്കെ വരുന്ന ഒരു സ്പൈഡറുണ്ട്. സെയിം സ്പീഷീസ് പെടുന്നതാണ്. അതാണ് കൂടുതൽ കാണപ്പെടുന്നത്. അങ്ങനെ ട്രെക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമ്മളിന്ന് തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ ഈ വീഡിയോയിലെ ഡീറ്റെയിൽസും വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അങ്ങോട്ട് ഒരുപാട് വീഡിയോസ് വരുന്നതായിരിക്കും ഇതേപോലെ. അഗസ്ത്യാർകൂടം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കേരളത്തിലുള്ള ട്രെക്കുകളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. See you soon with another video. Until then, adios amigos.